Hello Flywheelers. ഞാനിപ്പോൾ പൂനെയിലാണുള്ളത്. പൂനെയിൽ ബീഗോസ് ഓട്ടോയുടെ പുതിയ ഇലക്ട്രിക് സ്കൂട്ടറായ RUV 350യുടെ ലോഞ്ചിനും ഫസ്റ്റ് റൈഡിനും വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ പുതിയ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. ഇതാണ് RUV 350, ബീഗോസിൻ്റെ 5ാമത്തെ വണ്ടി. പക്ഷേ ബീഗോസ് എന്താണെന്നും അവർ ഇതുവരെ ചെയ്തത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ബീഗോസ് എന്ന് പറയുന്ന ഇലക്ട്രിക് മൊബിലിറ്റി കമ്പനി RR ഗ്ലോബലിൻ്റെ ഒരു പാരന്റ് കമ്പനിയാണ്. RR ഗ്ലോബൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ടോപ്പ് 10 ലിസ്റ്റിൽ വരുന്ന കേബിൾ ആൻഡ് വയർ മാനുഫാക്ചററാണ്. RUV 350 അവരുടെ 5ാമത്തെ മോഡലാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിനു മുമ്പിൽ വന്ന 4 മോഡൽസ് ഏതൊക്കെയാണ്? ജൂലൈ 2020 അവർ 2 മോഡൽ അവതരിപ്പിച്ചു. ഒന്ന് A2, വേറൊന്ന് B8. ഒക്ടോബർ 2020 അവരുടെ ആദ്യത്തെ ഡീലർഷിപ്പ് അവർ മുംബൈയിൽ ആരംഭിച്ചു. മെയ് 2022 അവരുടെ 3ാമത്തെ മോഡലായ D15 കൊണ്ടുവന്നു. ലാസ്റ്റായി സെപ്റ്റംബർ 2023 അവരുടെ 4ാമത്തേതും ഇപ്പോൾ കറൻ്റ്ലി പ്രൊഡക്ഷൻ ലൈനിലുള്ള C12i അവർ കൊണ്ടുവന്നു. D15 2 വേരിയൻറ്റിലും C12i 3 വേരിയൻറ്റിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ വേരിയൻസ് നമുക്ക് പതിയെ പറയാം. എന്തൊക്കെയാണെങ്കിലും ഒരു വണ്ടിയിലേക്ക് നമ്മളെ ആദ്യം ആകർഷിക്കുന്നത് അതിൻ്റെ ലുക്സ് തന്നെയാണ്. അപ്പോൾ RUV 350 ഒരു മനോഹരമായി ഡിസൈൻ ചെയ്ത വണ്ടിയാണോ? നമുക്ക് നോക്കാം. ഫുൾ മെറ്റൽ ബോഡിയാണ് കമ്പനി ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള, സ്റ്റേർഡി ആയിട്ടുള്ള, റോബസ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റൽ ബോഡിയാണ്. ഒരു മസ്കുലർ LED ഹെഡ്ലാമ്പ്സും ഈ വണ്ടി കൊടുത്തിട്ടുണ്ട്. ഒരു മസ്കുലർ ഡിസൈനും ഉണ്ട് ഇതിന്. LED ഇൻഡിക്കേറ്റേഴ്സും വരുന്നുണ്ട്. അതേപോലെ ഒരു സ്ലിം ആയിട്ടുള്ള, സ്ലീക്ക് ആയിട്ടുള്ള LED ടെയിൽ ലാമ്പും ഈ വണ്ടി കൊടുത്തിട്ടുണ്ട്. അതേപോലെ റിയർ നമ്പർ പ്ലേറ്റിൻ്റെ മുകളിലായിട്ട് ഒരു LED ലാമ്പും കൂടി വരുന്നുണ്ട്. സോ നിങ്ങൾ ഏതെങ്കിലും ഇരുട്ടുള്ള സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങളുടെ റിയർ നമ്പർ പ്ലേറ്റ് ക്ലിയർലി വിസിബിൾ ആയിരിക്കും. നമ്മുടെ ഫോൺസിലൊക്കെ ബാറ്ററി എപ്പോഴും ഓവർ ഹീറ്റ് ആവാറുണ്ട്. ആ ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ പല മെഷേഴ്സും ചെയ്യാറുമുണ്ട്. ഇലക്ട്രിക് വണ്ടികളും അതേപോലെ തന്നെയാണ്. ബാറ്ററി ഓവർ ഹീറ്റ് ആവാറുണ്ട്, മോട്ടോഴ്സ് ഓവർ ഹീറ്റ് ആവാറുണ്ട്. പക്ഷേ BG അതിനെപ്പറ്റി ഓർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരൊരു പുതിയ ടെക്നോളജി കണ്ടുപിടിച്ചു. അത് പേറ്റൻറ്റും ചെയ്തു. ഇതാണ് നാച്ചുറൽ എയർ കൂൾ ടെക്നോളജി. ഇത് നമ്മുടെ ബാറ്ററീനെ എപ്പോഴും കൂൾ ഡൗൺ ചെയ്ത് ഒരു ആവറേജ് ടെമ്പറേച്ചറിൽ തന്നെ കീപ്പ് ചെയ്യും. സോ എയർ ഈ വെൻറ്റിലൂടെ ഇവിടെ എൻ്റർ ആവും. ഇവിടെ ഒരു വെൻറ്റ് കമ്പനി കൊടുത്തിട്ടുണ്ട്. അതേപോലെ റിയറിലേക്ക് വരുമ്പോൾ ഇവിടെ ഉള്ളിലേക്കായിട്ടും ഒരു വെൻറ്റ് കമ്പനി കൊടുത്തിട്ടുണ്ട്. സോ ഈ വെൻസിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് ബാറ്ററി എപ്പോഴും കൂളാക്കി വെക്കുക, എപ്പോഴും ഒപ്റ്റിമൽ ടെമ്പറേച്ചറിൽ വെക്കുക. സോ നമുക്ക് ഓവർ ഹീറ്റിങ്ങിൻ്റെ ഒരു ഇഷ്യൂ തന്നെ ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മൾ നാച്ചുറൽ എയർ കൂൾ ടെക്നോളജീൻ്റെ മുമ്പിൽ തന്നെ നിങ്ങൾക്ക് ഈ 2 സാധനം കാണാൻ പറ്റും. സോ ഫ്രണ്ടിൽ 2 ടെലിസ്കോപ്പിക് ഫോക്ക് സസ്പെൻഷനാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അതേപോലെ റിയറിലും ഒരു മോണോഷോക്കാണ് വന്നിട്ടുള്ളത്. സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു സ്കൂട്ടറിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ കാര്യമാണ്. ബിക്കോസ് നമ്മൾ സ്കൂട്ടർ എന്ന് പറയുമ്പോൾ ഡെയിലി ഒരു 40 to 50 കിലോമീറ്റേഴ്സ് ആവറേജ് ഓടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. സോ സസ്പെൻഷൻ കംഫർട്ടബിൾ ആണെങ്കിലേ നമുക്കത് ഓടിക്കാൻ പറ്റുള്ളൂ. കമ്പനി അത് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. സോ ഫ്രണ്ടിൽ 2 ടെലിസ്കോപ്പ് ഫോക്സും ബാക്കിൽ റിയർ മോണോഷോക്കും വന്നിട്ടുണ്ട്. സോ ദ സസ്പെൻഷൻ സൈഡ് ഇസ് വെരി ഗുഡ്. RUV 350 ഇതിൻ്റെ നെഞ്ചിടിപ്പ് മൊത്തം വരുന്നത് ഇവനിൽ നിന്നാണ്. ഇതാണ് RUV 350യുടെ ഇൻ വീൽ ഹൈപ്പർ ഡ്രൈവ് ടെക്നോളജിയുള്ള മോട്ടർ. ഇത് ഒരു നമ്മൾ നോർമൽ സ്കൂട്ടേഴ്സിൽ കാണുന്ന പോലെ ബെൽറ്റ് സിസ്റ്റം അല്ല. ഈ മോട്ടർ ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്തിരിക്കുന്ന വീൽസുമായിട്ടാണ്. സോ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്? സോ ഇത് നമ്മുടെ ഓവറോൾ സിസ്റ്റം എഫിഷ്യൻസി 90.2% വരെ ഇംപ്രൂവ് ചെയ്യുകയും വെഹിക്കിളിന് ഓവറോൾ ആയിട്ട് ഒരു ബാലൻസ്ഡ് ഡൈനാമിക്സ് കൊടുക്കുകയും ചെയ്യും. ഈ മോട്ടർ 3500 വാട്ട്സ് വരെയുള്ള പവറും, വിച്ച് ഇസ് 3.5 kilowatts, 165 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കും ഈ RUV 350ക്ക് ലഭിക്കുന്നുണ്ട്. ഒരു വണ്ടിക്ക് മോട്ടറും ബോഡിയും ബാറ്ററിയും എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതേ രീതിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ടയറും ഒരു വീലും. RUV 350ക്ക് ലഭിക്കുന്നത് 80/90 16-inch അലോയ് വീൽസ് ആണ്, ട്യൂബ്ലെസ് ടയേഴ്സുമാണ്. നോർമലി നമ്മൾ സ്കൂട്ടേഴ്സിൽ കാണുന്ന ഒരു 12-inch വീലാണ്, പക്ഷേ ഇത് 16-inch വീലാണ്. സോ ഇറ്റ് ഇസ് പ്രിറ്റി മാസീവ്. സോ നമ്മൾ സ്കൂട്ടേഴ്സ് വാങ്ങുമ്പോൾ അവർ കീ തരാറുണ്ട്. കീ നോർമലി ഏതെങ്കിലും നോർമൽ ഡിസൈനോ അല്ലെങ്കിൽ ഗ്രാഫിക്സോ ഒന്നല്ലാതെ ഒരു പ്ലെയിൻ ഡിസൈൻ ആയിട്ടാണ് തരാറ്. ബീഗോസ് അതിനെപ്പറ്റി ചിന്തിച്ചു. ഒരു വണ്ടി എക്സൈറ്റിംഗ് ആവുന്ന പോലെ തന്നെ കീ എക്സൈറ്റിംഗ് ആയിക്കാൻ എന്ത് രസകരമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ വണ്ടിയിൽ ഫ്ലിപ്പ് കീ കൊടുത്തിട്ടുള്ളത്. ആ ഫ്ലിപ്പ് കീ ഉപയോഗിച്ചുകൊണ്ട് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലെതർ ഫിനിഷ് വരുന്ന സീറ്റിൽ റെഡ് സ്റ്റിച്ചിങ്ങും കൊടുത്തിട്ടുണ്ട്, BG ഗോസിൻ്റെ എംബോസിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സീറ്റിൻ്റെ അടിയിലുള്ള സ്റ്റോറേജും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ഈ സീറ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൗണ്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾ ഇങ്ങനെ ബോക്സിന് എന്തെങ്കിലും എടുക്കുകയോ അല്ലെങ്കിൽ യൂസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഈ സീറ്റ് നമ്മുടെ കയ്യിലേക്ക് വീഴുകയോ നമുക്ക് പരിക്ക് വരുത്തുകയോ ചെയ്യില്ല. ഈ അണ്ടർ സീറ്റ് സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ 15 liters വരെ നമുക്ക് അണ്ടർ സീറ്റ് സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഹാഫ് ഫേസ് ഹെൽമെറ്റ് കവർ ചെയ്യാം എന്നാണ് BG പറയുന്നത്. ഇതാണ് ഈ വണ്ടിയുടെ 3 kWh ബാറ്ററി പാക്ക്. ഇറ്റ്സ് എ ലിത്തിയം അയൺ ബാറ്ററി പാക്ക്, IP67 റേറ്റിംഗ് ഉള്ള ബാറ്ററി പാക്കുമാണ്. RUB 350 രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്. ഒന്ന് 3 kWh ആണ്, ഇവിടെ കണ്ട പോലെ. വേറൊന്ന് 2.3 kWh ആണ്. ദ 3 kWh ബാറ്ററി വന്നിട്ട് നമുക്ക് നോൺ റിമൂവബിൾ ആണ്, ഇത് ഇവിടെ ഫിക്സ്ഡ് ആണ്. പക്ഷേ ദ 2.3 kWh ബാറ്ററി റിമൂവബിൾ ബാറ്ററിയാണ്, അത് ടോട്ടലി ഒരു ഡിഫറെൻറ്റ് കൺഫിഗറേഷൻ ആണ്. ഈ ബോക്സിൻ്റെ കേസിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് കാണാൻ കഴിയും. ഇത് നോർമലി നമ്മൾ ഒരു വണ്ടിയിലും കാണാത്തൊരു സ്വിച്ചാണ്, ഒരു ഓൺ ഓഫ് എന്ന് പറഞ്ഞിട്ട്. സോ എന്താണിത്? നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലോ അല്ലെങ്കിൽ പഠിക്കുന്ന ആളാണെങ്കിലോ നമ്മൾ ചിലപ്പോൾ 2 ആഴ്ചത്തേക്കോ അല്ലെങ്കിൽ ഒരു 3 മാസത്തേക്കൊക്കെ വണ്ടി ഓഫ് ചെയ്തിട്ട് യൂസ് ചെയ്യാണ്ട് ഇട്ട് പോകാറുണ്ട്. അപ്പോൾ ആ ടൈമിൽ ചിലപ്പോൾ നമ്മളൊരു 80% ചാർജൊക്കെ വിട്ടിട്ട് പോകുമ്പോൾ നമ്മൾ അങ്ങനെ വണ്ടി റെഗുലർലി ഓഫ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വരുമ്പോൾ ചാർജ് ഒന്നും ഉണ്ടാവില്ല, നമുക്കത് ഫുള്ളി കിട്ടില്ല, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. പക്ഷേ അതിന് വേണ്ടിയിട്ടാണ് ഈ വെക്കേഷൻ മോഡ് സ്വിച്ച്. നമ്മൾ എങ്ങോട്ടെങ്കിലും ലോങ് ഡിസ്റ്റൻസ് ഒരു 3 മാസത്തേക്കോ 2 മാസത്തേക്കോ ഒക്കെ എക്സ്റ്റെൻഡഡ് പീരിയഡ് ഓഫ് ടൈം നമ്മൾ പോവുകയാണെങ്കിൽ ഈ വെക്കേഷൻ മോഡിൻ്റെ സ്വിച്ച് ഒന്ന് ഓഫ് ആക്കി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര ശതമാനം ചാർജിലാണോ ഈ വണ്ടി ഓഫ് ചെയ്യുന്നത് അതേ ശതമാനം ചാർജ് നമ്മൾ തിരിച്ചു വരുമ്പോഴും കാണും. അതുകൊണ്ട് ചാർജിങ് ആങ്സൈറ്റി, റേഞ്ച് ആങ്സൈറ്റി ഒരിക്കലും വേണ്ട, ഈ വണ്ടിയിൽ നിന്ന് നമുക്ക് കിട്ടും. റേഞ്ചിൻ്റെ കാര്യം പറയുമ്പോൾ ഈ വണ്ടിക്ക് അറായി സർട്ടിഫൈഡ് ആയിട്ടുള്ള 135 കിലോമീറ്ററിൻ്റെ മാക്സ് റേഞ്ച് ഉണ്ട്. അത് ട്രൂലി നമുക്ക് റിയൽ വേൾഡിൽ 120 കിലോമീറ്റർ എന്തായാലും കിട്ടിയിരിക്കും. അതേപോലെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഫീച്ചർ ഈ ബോക്സിൽ കാണിക്കുന്നത് ഈ ചാർജ് പോർട്ടാണ്. ഈ നോൺ റിമൂവബിൾ ബാറ്ററി പാക്കിൻ്റെ ചാർജിങ് നമ്മൾ ചെയ്യുന്നത് ഈ പോർട്ടിലൂടെയാണ്. പക്ഷേ കുറേ ആൾക്കാർക്ക് വരുന്നൊരു ടെൻഷനാണ്, നമ്മൾ ഈ ചാർജിലിട്ടിട്ട് ബോക്സ് ഇങ്ങനെ ജസ്റ്റ് ചാരി വെച്ചിട്ട് പോകുമ്പോൾ നമ്മുടെ ചാർജർ ആരെങ്കിലും കട്ടുകൊണ്ട് പോകില്ലേ, അല്ലെങ്കിൽ നമ്മുടെ വണ്ടി എന്തെങ്കിലും സംഭവിക്കില്ലേ എന്ന് പറഞ്ഞിട്ട്. അത് BG ആക്ച്വലി ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടെൻഷനെ പറ്റി. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ക്ലീൻ ആയിട്ട് അവരൊരു പാത്ത് കേർവ് ചെയ്തിട്ടത്. സോ നമ്മൾ ഇവിടെ ചാർജർ കണക്ട് ചെയ്തിട്ട് ആ ചാർജറിൻ്റെ വയർ ഇതിൽ കൂടെ നമുക്ക് പുറത്തേക്ക് വിട്ടിട്ട് ബോക്സ് ഇങ്ങനെ ലോക്ക് ചെയ്ത് കളയാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബോക്സ് ലോക്ക് ആയിരിക്കുമ്പോൾ തന്നെ വണ്ടി ചാർജ് ചെയ്യാനും പറ്റും, ആർക്കും നമ്മളെ ചാർജർ കട്ടുകൊണ്ട് പോകാനും പറ്റില്ല. അതേപോലെ ഈ ബോക്സിൻ്റെ വേറൊരു പ്രത്യേകത, ഇതിന് സോഫ്റ്റ് ക്ലോസ് ഫംഗ്ഷനും കൂടി കമ്പനി കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോർമലി സ്കൂട്ടേഴ്സിലുള്ള ഈ ബോക്സ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒന്ന് ഇവിടെ പ്രഷർ ആക്സസ് ചെയ്യും, ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഇവിടെ ഡം എന്നിട്ട് ഇങ്ങനെ അടയ്ക്കും, അങ്ങനെ ഒന്നും വേണ്ട. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക, ഇവിടെ നമ്മളിങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ലോക്ക് ആയിക്കോളും. സോ ഈ ഒരു വണ്ടിയുടെ കൺട്രോൾ സെൻറ്റർ എന്ന് പറയുന്നത് ഈ 5-inch TFT ഡിസ്പ്ലേ ആണ്. നമുക്കതൊന്ന് ഓൺ ചെയ്ത് എന്തൊക്കെയാണ് അതിൽ നിന്ന് നോക്കാം. ഇത് ഓൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബീപ്പ് സൗണ്ട് വരും, BGൻ്റെ ലോഗോവും കാണിക്കും, അതേപോലെ സ്റ്റാൻഡ് എൻഗേജ്ഡ് എന്നും കാണിക്കും. ഇപ്പോൾ നോർമലി സ്കൂട്ടേഴ്സിൽ വരുന്ന പോലെ തന്നെ സ്റ്റാൻഡ് കട്ട് ഓഫ് ഫീച്ചർ ഉണ്ട്. അതായത് നമ്മൾ സ്റ്റാൻഡ് എടുത്താൽ മാത്രമേ വണ്ടിയുടെ മോട്ടോർ സ്റ്റാർട്ട് ആവുള്ളൂ. സോ ഇതാണ് നമ്മൾ നോർമൽ ഫസ്റ്റ് എൻട്രി ചെയ്യുന്ന സ്ക്രീൻ വരുന്നത്. ഇതിൻ്റെ 2 തീംസ് ഉണ്ട് സ്ക്രീനിന്, ക്ലാസിക് ആൻഡ് ഗ്ലൈഡ്. ഇത് ക്ലാസിക് തീമാണ്, ഇതും ക്ലാസിക് തീമാണ്, പക്ഷേ ഫോട്ടോമെട്രിക് ഡിസ്പ്ലേയുടെ ഭാഗമാണ്. നമ്മൾ ഇപ്പോൾ ഒരു ടണലിലൂടെ പോവുകയാണ്, അല്ലെങ്കിൽ ഇരുട്ടുള്ള സ്ഥലത്ത് കൂടി പോവുകയാണെങ്കിൽ ആ വൈറ്റ് സ്ക്രീൻ ചിലപ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് അത്ര സുഖകരമായി എന്ന് വരില്ല. സോ കമ്പനി ഒരു ബ്ലാക്ക് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ഐസിന് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും ഒരു ഡാർക്ക് സെക്ഷനിലൂടെ പോകുമ്പോൾ. ഇതാണ് സെക്കൻഡ് തീം വരുന്നത്. ഇതിൻ്റെ പേര് ഗ്ലൈഡ് എന്നാണ്. കുറച്ചും കൂടി സ്പോർട്ടി ആയ ഒരു തീമും കുറച്ചും കൂടി നമുക്ക് കാണുമ്പോൾ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അജൈൽ ആയിട്ടുള്ള തീമുമാണ് ഈ ഗ്ലൈഡ് എന്ന് പറയുന്നത്. ഗ്ലൈഡിലും ഫോട്ടോമെട്രിക്കിൻ്റെ ഒരു ഡിസ്പ്ലേയും കൂടി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മെനൂസ് എന്താണെന്നും ഇതിൻ്റെ ഒരു ഹോം സെക്ഷൻ എന്താണെന്നും നമുക്ക് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു ഹോം സെക്ഷൻ വരുന്നത്. എല്ലാത്തിനും ഈ ഒരു ഹെക്സാഗണൽ ഷേപ്സും കൊടുത്തിട്ടുണ്ട്. കമ്പനി ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓപ്ഷൻ അല്ല, ഇത് BGൻ്റെ ലോഗോ മാത്രമാണ്. ഇതൊക്കെയാണ് ഓപ്ഷൻ. ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ ഡിസ്പ്ലേ ഓപ്ഷനിലാണ് നിൽക്കുന്നത്. ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ സ്ക്രോൾ ആവും, ഇങ്ങനെ ഓരോ മെനൂസായിട്ട്. ഇപ്പം ഞാൻ പ്രൊഫൈലിൽ വന്നു, എനിക്ക് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ബ്രേക്ക് ലീവർ നന്നായി ഹാർഡായി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഈ ഒരു എൻറ്റർ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു മെനുവിലേക്ക് യൂസർ ആവും. യൂസർ ഇൻഫോ, ഡോക്യുമെൻറ്റ്സ് ആൻഡ് കണക്ടിവിറ്റി കൺട്രോൾ നമുക്കിവിടെ കാണാം. ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മാക്സിമം 2 ഡോക്യുമെൻറ്റ്സ് വരെ ഈ വണ്ടിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈസൻസോ വെഹിക്കിൾ രജിസ്ട്രേഷനോ ഇൻഷുറൻസോ ഏത് 2 ഡോക്യുമെൻ്റ് ആണോ നിങ്ങൾക്ക് ഏറ്റവും പ്രത്യേകം വേണ്ടത് തോന്നുന്നത് അത് ഈ വണ്ടിയിൽ നമുക്ക് ഫീഡ് ചെയ്ത് വെക്കാം. സോ നമ്മുടെ ലൈസൻസോ ഇല്ലെങ്കിൽ RCയോ എപ്പോഴും കൈ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ പുറകോട്ട് പോവുകയാണെങ്കിലും ഇതേ പ്രൊസീജിയർ തന്നെയാണ്. നമ്മൾ ഈ ബ്രേക്ക് ലീവർ പ്രസ് ചെയ്തിട്ട് ബാക്ക് ടു ഗോ ബട്ടൺ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ മെയിൻ മെനുവിലേക്ക് തന്നെ പോകും. സോ ഇതാണ് ഇതിൻ്റെ ഒരു സ്ക്രീൻ വരുന്നത്. സോ ഈ ഹാൻഡിൽ ബാർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്ക്രീനിൻ്റെ 2 സൈഡിലും ഈ ഒരു ബ്ലാക്ക് ഹൗസിംഗ് കാണാൻ പറ്റും. കമ്പനി പറയുന്നത് ഇതിനൊരു ടെക്സ്റ്റേർഡ് ഫിനിഷ് കൊടുത്തിട്ടുണ്ടെന്നാണ്. ഇത് നമ്മളെ നോർമൽ ഹൈ ബീം, ലോ ബീം എന്നുള്ള ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച്,
ഇത് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ഓൺ ആക്കുമ്പോൾ ഇങ്ങനെ ബീറ്റ് ചെയ്യും. നമ്മൾ ഏത് സൈഡിലേക്കാണോ ബീറ്റ് ചെയ്യും. നമ്മൾ നോർമലി സ്കൂട്ടേഴ്സിൽ ചെയ്യുമ്പോൾ സെൻട്രൽ ഇങ്ങനെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗോ. ഇതാണ് വണ്ടിയുടെ ഹോണും വരുന്നത്. ഇതാണ് നമ്മുടെ ഈ സ്ക്രീൻ ഉപയോഗിക്കാനുള്ള പല ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനുള്ള ഒരു കൺട്രോൾ ബട്ടൺസിന് വേണമെങ്കിൽ പറയാം. വിത്ത് ദാറ്റ് നമ്മൾ ഈ ഒരു ബ്രേക്ക് ലീവറും കൂടി നമ്മൾ അമർത്തി പിടിക്കണം. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ബ്രേക്ക് ലീവർ അമർത്തി പിടിക്കണം. ഇതാണ് കമ്പനിയുടെ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ ഒരു ബട്ടൺ വരുന്നത്. ഇത് കമ്പനിയുടെ റൈഡ് മോഡ്സ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടണമാണ്. സോ റൈഡ് മോഡ്സിൻ്റെ കാര്യം പറയുമ്പോൾ 3 റൈഡ് മോഡ് ഉണ്ട്. ഒന്ന് ഈക്കോ, ഒന്ന് റൈഡ്, വേറൊന്ന് സ്പോർട്സ്. ഇതാണ് വണ്ടിയുടെ പവർ സ്വിച്ച് വരുന്നത്. സോ ഇതാണ് ഈ വണ്ടിയുടെ ഹാൻഡിൽ ബാർ. ഭയങ്കര സിമ്പിളായിട്ട് ഭയങ്കര മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാർ ആണ്. ഭയങ്കര ഫങ്ഷണലും കൂടിയാണ്. ബാറ്ററി, മോട്ടർ, ഷാസി, ബോഡി, നമ്മൾ ഇതൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ ഒരു കാര്യം ഇതുവരെ പറഞ്ഞില്ല. എന്താണെന്നറിയോ? ബ്രേക്സ്. ഈ വണ്ടിയുടെ ബ്രേക്കിംഗ് സിസ്റ്റം കംപ്ലീറ്റ്ലി ഇൻ ഹൗസ് ഡെവലപ്ഡ് ആണ്. പേറ്റൻറ്റഡ് സിസ്റ്റവുമാണ്. ഇതിൽ ഏറ്റവും ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കമ്പനി ഈ ഫെയിൽ സേഫ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ട്. സോ നമ്മുടെ ഫ്രണ്ട് ബ്രേക്കിലേക്ക് ഒരു വയറും റിയർ ബ്രേക്കിലേക്ക് ഒരു വയറും കൂടി കൊടുക്കുന്നുണ്ട്. സപ്പോസ് നിങ്ങളുടെ ഫ്രണ്ട് ബ്രേക്ക് വയർ കട്ട് ഓഫ് ആയി, നിങ്ങൾ എന്ത് ചെയ്യും? സോ ഈ ഫെയിൽ സേഫ് സിസ്റ്റം അതിനാണ്. സോ സപ്പോസ് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ വയർ കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ ആ റിയർ ബ്രേക്കിൻ്റെ വയർ തന്നെ ഫ്രണ്ട് ബ്രേക്കിന് വേണ്ടിയും ആക്ട് ചെയ്യും. അതേപോലെ എൻ്റെ റിയർ ബ്രേക്കിൻ്റെ വയർ കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് ബ്രേക്കിൻ്റെ വയറും റിയർ ബ്രേക്സിൻ്റെ ജോലി ചെയ്യും. സോ കൈൻഡ് ഓഫ് നമുക്ക് ആ ഒരു കാര്യത്തിൽ സേഫ്റ്റി കൺസേൺഡ് ഒരു ബോദറേഷനേ വേണ്ട. ബിക്കോസ് ഫെയിൽ സേഫ് സിസ്റ്റം വിൽ ഓൾവേസ് ബി അറ്റ് അവർ സർവീസ് പ്രൊട്ടക്ടിങ് അസ്. RUV 350ക്ക് കൊടുത്തിരിക്കുന്ന ഫുൾ മെറ്റൽ ബോഡി ആണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ ഒരു സ്ട്രൈക്കിംഗ് ഡിസൈനിൻ്റെ ഇൻഫ്ലുവൻസ് എന്താണെന്നറിയോ? നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ലയണോ ടൈഗറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെജസ്റ്റിക് ആയിട്ടുള്ള ആനിമൽ ചിന്തിക്കുകയായിരിക്കും. പക്ഷേ ഇവർ ഇൻഫ്ലുവൻസ് ആയിട്ട് എടുത്തത് ഡിയറാണ്. ഡിയർ എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര അജൈൽ ആയിട്ടുള്ള ഒരു ആനിമലാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആനിമലാണ്. ഭയങ്കര ഒരു ഫ്ലയർ ക്യാരി ചെയ്യുന്ന ഒരു ആനിമലാണ്. സോ അതിന് തന്നെ ഇതിൻ്റെ എർഗണോമിക്സ് ആണെങ്കിലും ഇതിൻ്റെ പൊസിഷനിങ് ആണെങ്കിലും അവർ ബാലൻസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഡിയറിൻ്റെ ബോഡിയിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ടാണ്. അത് ചാടുന്ന രീതി, അത് ഓടുന്ന രീതി, അത് ഇരിക്കുന്ന രീതി, അതൊക്കെ അവർ അനലൈസ് ചെയ്ത് അതിൽ നിന്നാണ് ഈ ഡിസൈനിലേക്കുള്ള ഇൻഫ്ലുവൻസ് അവർ എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഹെക്സാഗണൽ ആയിട്ടുള്ള ആംഗുലർ ഷേപ്സും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഒരു മിറേഴ്സ് ആവട്ടെ, ഈ ഒരു മസ്കുലർ ലുക്കിംഗ് ഹെഡ് ലാംപ്സിൻ്റെ ബെസൽ ആവട്ടെ, ഈ ഒരു സ്ക്രീൻസിലുള്ള ഐക്കൺസ് ആവട്ടെ, എല്ലാത്തിനും ഒരു ഹെക്സാഗണൽ ആയിട്ടുള്ള ഷേപ്പ് കമ്പനി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ബീഗോസ് RUV 350 ഇത്രയും കാര്യങ്ങൾ കണ്ടറിഞ്ഞു. അപ്പോൾ ഇതിൻ്റെയൊക്കെ വില എന്താ? സോ കമ്പനി ഇതിൻ്റെ പ്രൈസ് റിവീൽ ചെയ്തിട്ടില്ല. ഇതിൻ്റെ ലോഞ്ച് ഈ മാസം അവസാനവും ഇത് മാർക്കറ്റിലേക്ക് വരുന്നത് ഓഗസ്റ്റോടെയുമാണ്. ഈ വർഷം ഓഗസ്റ്റോടെയും ഇത് മാർക്കറ്റിലേക്ക് എത്തും. അപ്പോൾ ലോഞ്ച് അടുക്കുമ്പോഴേക്കും കമ്പനി ഇതിൻ്റെ പ്രൈസ് റിവീൽ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ ഈ ബ്യൂട്ടി വിത്ത് ബ്രെയിൻസ് എന്നുള്ള ഈ ഒരു ഫ്രേസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ബീഗോസ് ക്ലെയിം ചെയ്യുന്നത് ഇതൊരു സ്ട്രോങ് ആൻഡ് സ്മാർട്ട് ആയിട്ടുള്ള സ്കൂട്ടറാണെന്നാണ്. എനിക്കിത് സ്ട്രോങ് ആയിട്ടുള്ള സ്കൂട്ടറായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങളിത് വാങ്ങാൻ അത്രയ്ക്ക് സ്മാർട്ടാണോ? ബീഗോസ് RUV 350യുടെ പെർഫോമൻസിനെ പറ്റി പറയുവാണെങ്കിൽ 3 റൈഡിംഗ് മോഡ്സ് ആണ് ലഭിക്കുന്നത്. ഇക്കോ, റൈഡ് ആൻഡ് സ്പോർട്സ്. ഇക്കോ മോഡിൽ 45 km/h, റൈഡ് മോഡിൽ 60 km/h, സ്പോർട്സ് മോഡിൽ 75 km/h ടോപ്പ് സ്പീഡ് വരുന്നത്. ഈ 3 മോഡുകളിലും പവർ വളരെ ലീനിയറായാണ് വീലുകളിലേക്ക് ഡെലിവർ ചെയ്യപ്പെടുന്നത്. 0 നിന്ന് 40 km/h സ്പീഡിലേക്ക് കുതിക്കാൻ ബീഗോസ് RUV 350 അവകാശപ്പെടുന്നത് വെറും 5.8 സെക്കൻഡ് മാത്രം. ടോപ്പ് സ്പീഡ് 75 km/h, 135 km റേഞ്ചും ഈ സ്കൂട്ടറിന് ലഭിക്കുന്നുണ്ട്. റൈഡ് ക്വാളിറ്റിയെ പറ്റി പറയുവാണെങ്കിൽ വളരെ പ്രാക്ടിക്കലായ ആൻഡ് ഡെയിലി യൂസബിളായ ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് ബീഗോസിൻ്റെ RUV 350. എർഗണോമിക്കലി ഡിസൈൻ ചെയ്ത ഒരു വാഹനമായതിനാൽ തന്നെ വളരെ കംഫർട്ടബിളായ റിലാക്സിംഗ് ആയ ഒരു സീറ്റിംഗ് പോസ്ചറാണ് RUV 350ക്ക് ലഭിക്കുന്നത്. വളരെ സുഖകരവും വിശാലവുമായ ഒരു സീറ്റുമാണ് ബീഗോസ് RUV 350ക്ക് കൊടുത്തിരിക്കുന്നത്. അമിത വേഗതയിൽ കുതിക്കുമ്പോഴും വളരെയധികം സ്റ്റേബിളായി നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണ് ബീഗോസിൻ്റെ RUV 350. അതിനാൽ തന്നെ ഇത് റൈഡ് ചെയ്യുന്ന ആൾക്ക് പൂർണ്ണമായും ഈ വാഹനത്തിൽ നിന്ന് വിശ്വാസം ലഭിക്കുന്നതാണ്. വളരെ മനോഹരവും സുഖകരവുമായ ഒരു സസ്പെൻഷനാണ് ബീഗോസ് RUV 350യിൽ കൊടുത്തിരിക്കുന്നത്. അതിനാൽ തന്നെ റോഡുകളിലെ കുണ്ടും ഹമ്പുമെല്ലാം വളരെ എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക് വാഹനമാണ് RUV 350. ചുരുക്കി പറയുവാണെങ്കിൽ നിങ്ങൾ കോളേജിലേക്കോ ജോലിക്കോ പോകുന്ന ഒരു വ്യക്തിയാണോ? കുടുംബാവശ്യങ്ങൾക്ക് വേണ്ടി വണ്ടി സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരാളാണോ? അല്ല, സിറ്റി യൂസിന് വേണ്ടി ഒരു ഇലക്ട്രിക് സ്കൂട്ടർ തിരഞ്ഞു നടക്കുന്ന ഒരാളാണോ? എന്നാൽ ബീഗോസിൻ്റെ RUV 350 ഒരു പെർഫെക്റ്റ് ചോയ്സ് ആയ സ്കൂട്ടറാണ്. സോ ഇതാണ് ബീഗോസ് RUV 350യുടെ ഫുൾ റിവ്യൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
ഫ്ലൈവീലിൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞങ്ങൾ ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും വീഡിയോസും എപ്പോഴും കൊണ്ടുവരുന്നതായിരിക്കും. Until the next video, take care and stay safe.